താല്പര്യപ്പെട്ട ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കാൻ ഇടയായതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പാടാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഷൂ കൊടുത്ത് പാട്ട് പാടിപ്പിക്കുന്ന അടുത്തൊരു സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. ഇപ്പം സമയം 4:30 കടന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഫുള്ള് പാക്ക് ചെയ്ത് റെഡി അയച്ചേക്കുവാണ്. അപ്പോൾ എന്തിനാണ് പാക്ക് ചെയ്തേക്കുന്നറിയോ? ഇന്നാണെങ്കിൽ ഞങ്ങൾ ചർച്ചായി ടൂറിന് പോവാണ്, തിരുവനന്തപുരത്തോട്ട് ടൂർ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീടിനകത്ത് ഈ ടൂറിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു ജോഷ്. വണ്ടിയിലൊക്കെ കയറി ചർച്ചിലോട്ട് പോവാ. ഞങ്ങളിപ്പം ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാരും ശ്രദ്ധിക്കുക. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അറ്റൻഡൻസ് എടുക്കാൻ പോവാണ്. പേര് വിളിച്ചാൽ ഇങ്ങനെ സൈഡിലോട്ട് മാറി നിൽക്കണം. ലിയോൺ ഫിന്നി പ്രസന്റ്. നെയ്തൻ നെയ്തനെ ഓടാതെ അത് നോബലിന്റെ തയ്യാറായിരിക്കും. ഓക്കെ, സ്വർഗപിതാവേ, അങ്ങിൽ ശരണപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളായി പ്രാർത്ഥിച്ച് താല്പര്യപ്പെട്ട ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാഹനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് ഓടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരബദ്ധം ഉണ്ടാകുവാൻ അനുവദിക്കാതെ പുറകിൽ വരുന്ന, മുൻപിൽ വരുന്ന, വശങ്ങളിൽ വരുന്ന വാഹനങ്ങളെ സ്വർഗം നിയന്ത്രിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ കർത്താവേ, വലിയവനായ ദൈവങ്ങളുടെ വലിയ സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിച്ച് ക്ഷേമത്തോടെ കർത്താവെ കടന്നുകൊണ്ട് അങ്ങയെ വീണ്ടും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ചെയ്യണം. കർത്താവോളം ചുമതല വഹിച്ച് ഉത്തരവാദിത്വം വഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ വിശേഷാൽ ഏൽപ്പിക്കുന്നു. എന്റെ എല്ലാ ദൈവ സാന്നിധ്യവും നൽകണമേ. യാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കുന്ന നന്ദി പറയുന്നു. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ഇപ്പൊ നമ്മള് വണ്ടിയിലോട്ട് കേറാൻ പോവാ. എല്ലാരും ഇപ്പൊ വണ്ടിയിലോട്ട് പോവാ. അപ്പൊ നമ്മളെല്ലാരും പ്രാർത്ഥിച്ച് വണ്ടി കയറി. അങ്കിൾമാരും ആന്റിമാരും എല്ലാരും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പോവാൻ പോകും. നമുക്ക് എല്ലാരും ഒന്ന് കണ്ടിട്ട് വരാം.
പ്ലാസ്റ്റിക് കയറോ ചരടോ വല്ലോ ഒന്ന് എടുത്തേക്കണേ, നമുക്ക് ആ ഫ്ലെക്സ് ഒന്ന് കേട്ടോ. One, 2, 3, start. എന്റെ സഹോദര തുടങ്ങ. പാസ്റ്ററും എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഇവരോടൊന്ന് ചോദിക്കാം ടൂറിനെ പറ്റിയൊക്കെ അവരുടെ എന്തൊക്കെയാ അവർ പറയുന്നതൊക്കെ നോക്കാം. നമ്മൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു ടൂറ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് നിമിത്തം നടന്നില്ല. എന്നാൽ ഇന്നത് സഫലമായി. ഈ ടൂർ ഏറ്റവും വിജയകരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ YPN സൺഡേ സ്കൂൾ ചുമതലപ്പെട്ടവരും അംഗങ്ങളും ചെയ്തു വരികയാണ്. ഈ പ്രോഗ്രാം വളരെ സഫലമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേക താല്പര്യവും ആഗ്രഹവും. നമ്മുടെ ടൂറിന്റെ ഫുൾ സംഭവം ചെയ്യുന്നത് നമ്മുടെ രാജകുമാരികളാണ്. അപ്പൊ നമുക്കാണെങ്കിൽ അങ്ങനോട് ചോദിക്കാം. അതെ, വെറുതെ പറഞ്ഞാണ് മോൻ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ എല്ലാ കാര്യങ്ങളും ജോബിനാണ് ക്രമീകരിക്കുന്നത്. അതിന് ചെറിയ സപ്പോർട്ടുകൾ പുറകിൽ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടുന്ന് 5:30 ആകുമ്പോൾ പുറപ്പെടണമെന്ന് വിചാരിച്ച് അത് നമ്മൾ 5:30 ഏകദേശം 5:45 തന്നെ പുറപ്പെടാൻ സാധിച്ചു. പേര് തന്നിരുന്ന ഭൂരിഭാഗം ആൾക്കാർ 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്തിനാണ് പോകുന്നത്.
അത് നമ്മളെ സൂവിൽ ചെന്ന് കുട്ടികളെ അവിടെ ഒക്കെ ഒന്ന് കാണിച്ച് അതിനുശേഷം പ്ലാനറ്റോറിയം നമുക്ക് കണ്ട പിള്ളേരെ അവിടെയും കാണിച്ചിട്ട് വേളിയിൽ പോയി അവിടെ പിള്ളേർക്ക് ഇച്ചിരി റൈഡും ഒക്കെ ഉണ്ട്, മറ്റ് ചില കളികളും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരത്തേക്ക് നമ്മൾ കോവളത്തെത്തും. കോവളം കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് വരുന്ന വഴി നമ്മുടെ സൗകര്യാർത്ഥം ഫുഡും ഒക്കെ കഴിച്ച് രാത്രിയിൽ നമ്മൾ തിരിച്ച് മേപ്രായിൽ നമ്മുടെ ഹോളിൽ എത്തണമെന്നാണ് കരുതുന്നത്. എല്ലാത്തിനും ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ചോദിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു. ഓക്കെ, താങ്ക് യു. മേപ്രാൽ ഡേവിസ് സഭയുടെ സൺഡേ സ്കൂൾ ആൻഡ് വൈഫിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വിനോദയാത്ര എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷമാണ്. ഇവിടെ നമ്മുടെ ബിനോയങ്ങളുണ്ട്. ബിനോയങ്ങളിലോട് ഇതിന്റെ ഭാഗമായി നമ്മൾ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം വളരെ ഉത്സാഹത്തിലായിരിക്കുന്നു. ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ നമ്മുടെ ജോബിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവിടെ 2 ആന്റിമാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് ആന്റിമാർ എടുത്തിട്ട് പോയി ചോദിക്കാം. ടൂറ് തകർപ്പ. ഞങ്ങള് ടൂറിന് പോയിക്കൊണ്ടിരിക്കുവാ തിരുവനന്തപുരത്ത്. സന്തോഷമായിട്ട് പോകുന്നു. ടൂർ വളരെ ഗംഭീരമായിട്ട് പോകുന്നു. മാസ്ക് വെച്ചോണ്ടാണ് ക്ലിയർ ആയിട്ട് കേൾക്കാത്തത്. കുഴപ്പമില്ല, ഞങ്ങളോട്. ഇവിടെ നമ്മുടെ ചർച്ചിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന നമ്മുടെ ജോസങ്കിളുണ്ട്. അപ്പൊ നമുക്ക് ജോസങ്കിളോട് സംസാരിക്കാം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കാൻ ഇടയായതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിന് പുറകിൽ നിന്ന് പ്രവർത്തിച്ച സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായ ജോബിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ YP സെക്രട്ടറി ആയിരിക്കുന്ന ജോയലിനെ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യം ഇതിനുണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയുണ്ട്. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷമായി പോയി മടങ്ങി വരുവാനായിട്ട് എല്ലാ ഏരിയയിലും നമ്മൾ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഏരിയകളിലും പോയി കവർ ചെയ്ത് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് സജിച്ചാലിന്റെ അടുത്തോട്ട് ടൂറിന് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ മേപ്രാ സഭയുടെ പുത്രിക സംഘടനയായിരിക്കുന്ന YP സൺഡേ സ്കൂള് അങ്ങനെയുള്ള എല്ലാ ടീമോടെ ചേർന്നാണ് നമ്മുടെ ടൂർ പരിപാടി പോകാൻ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷമാണ്. വളരെ നാൾ ആഗ്രഹിച്ചൊരു വിഷയമാണ് ടൂറ്. എന്നാൽ മേപ്രാ സഭയുടെ വലിയൊരു പ്രാർത്ഥനയും അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പോകുമ്പോഴും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ആ വിഷയോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ദൈവം കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടുത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇവിടെ അച്ചാച്ചമാരുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ YPയുടെ സോണൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ജോലത്തോട് മൈക്ക് കൊടുക്കാൻ YPയുടെയും സൺഡേ സ്കൂളിന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിനോദയാത്ര പോകാൻ സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് 45-ലധികം ആൾക്കാർക്ക് ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാനും ആത്മീയ കാര്യങ്ങൾ കൂടെ തന്നെ കുറച്ച് ഉല്ലാസ യാത്രകളും നമ്മുടെ ചർച്ചിന്റെ നമുക്ക് എല്ലാവർക്കും പൊതുവെ ഒരു യൂണിറ്റിക്കും എല്ലാവരും തമ്മിൽ പരസ്പരം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു മാർഗമാണ് ഉല്ലാസയാത്രകൾ. അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ ഞങ്ങളുടെ YPക്ക് സൺഡേ സ്കൂളിൽ സാധിച്ചു. ഇപ്പോഴാണ് സോണിയങ്ങളും ഫാമിലിയും വണ്ടി കയറുന്നത്. ആധാർ കാർഡ് ഉണ്ടോ? ആധാർ ഉണ്ടോ? ആ, ഓക്കെ. ഇല്ല. And with one of their main residents. എല്ലാവരും താങ്ക് യു. ഇവിടെ എല്ലാരും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക.
കോമ്പറ്റീഷൻ. ഏതാ? ബക്കറ്റ്. ഡ്രാഗൺ. പിന്നെ ഒരു ഭവനത്തിന്റെ പ്രതിഷ്ഠ. അവൻ അപ്പോഴും വള്ളം ഫുഡിന്റെ സമയത്ത് വന്നു. അതെല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നിനക്ക് അർമാദിക്കാനുള്ള ദിവസം. കുറഞ്ഞോ? ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊട്ടാരക്കരയിലുള്ള ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊട്ടാരക്കരയുള്ള ഹോട്ടലിൽ കയറിയിരിക്കുവാണ്. മസാല ദോശയാണോ ഗീ ദോശ നമുക്ക് നോക്കാം, ഏതാണെങ്കിലും നോക്കാം. ജോഷു എന്തോ പറഞ്ഞേക്കുന്നതെന്ന് പറ. നെയ്റോസ്റ്റ് എന്ന് പറ. പറഞ്ഞേക്കുന്നേ പിള്ളേർക്ക് ജഡായുവിനെ ഇഷ്ടപ്പെട്ടെ. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ജഡായു വന്ന് ഇവിടെ തടഞ്ഞ സ്ഥലമാണെന്നാണ് കാണുന്ന കാഴ്ചകളെല്ലാം ജഡായുവിന്റെ ചിറക് അരിഞ്ഞു വീഴ്ത്തി. അപ്പൊ ആ ചിറക് വന്ന് വീണ സ്ഥലമാണിത്. ചടയമംഗലം എന്നാണ് പേര്. അത് ആധുനികവൽക്കരിച്ച് അങ്ങനെ വന്നു. പക്ഷെ ജഡായു പാറ എന്ന സ്ഥലം ജഡായു മംഗലം എന്നായിരുന്നു. അത് ഇങ്ങനെ പരിഷ്കരിച്ചു വന്നാണ് ചടയമംഗലമായിരുന്നു. ഇത്ര സമയത്തും പോരെ. അതിപ്പം രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിൽ അത് പുനരുദ്ധരിച്ച് രാജീവ് അഞ്ചലാണ് ഇതിന്റെ മുഴുവൻ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അങ്ങ് പറഞ്ഞാ മതി. നിങ്ങള് കൂട്ടത്തിൽ പാടേണ്ട എന്നാന്ന് വെച്ചാല് രാജ 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 രാജാതി രാജു നീവു, രാജ 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 രാജാതി രാജു നീവു, ദേവ 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 ദേവാതി ദേവിടവു. ഇങ്ങനെ പാട്ട് മൊത്തം ഞങ്ങൾ തന്നെ പാടണമല്ലോ. ഇല്ല, രാജ 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 രാജാതി രാജുവു നീവു, ദേവ 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 ദേവാതി ദേവിടവു. ഓക്കെ, ഇത് ട്രയലാണ്. ഇത് ട്രയലാ കേട്ടോ. నిత్యము స్తుతించిన నీ రుణము తీర్చలేను, సమస్తము నీకించిన నీ త్యాగం మరవలేను. రాజా 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 రాజాది రాజువు నీవు, దేవా 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 దేవాది దేవుడవు. రాజా 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 రాజాది రాజువు నీవు, దేవా 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 దేవాది దేవుడవు. జీవమైన దేవుడా, జీవమిచ్చిన నాథుడా, జీవమైన దేవుడా, జీవమిచ్చిన నాథుడా, జీవజలముల పొగాయుందకు నన్ను నడిపిన కాపరి, జీవజలముల పొగాయుందకు నన్ను నడిపిన కాపరి. రాజా 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 రాజాది రాజువు నీవు, దేవా 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 దేవాది దేవుడవు. రాజా 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 రాజాది రాజువు నీవు, దేవా 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 దేవాది దేవుడవు. రాజా 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 రాజాది రాజువు నీవు, దేవా 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 దేవాది దేవుడవు. రాజా 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 రాజాది రాజువు నీవు, దేవా 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 దేవాది దేవుడవు.
പാട്ടിന്റെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കും. എല്ലാരും ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഏഞ്ചലാണ് അടുത്ത പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത്. നാണക്കേടായി പോവും. പെയ്യെ പാടിയാ മതി. പെയ്യെ 2 ജയമുന്തി പാടിയാ മതി. ബാക്കി ഞങ്ങൾ സെറ്റ് ആയിക്കോളാം. ബാക്കി സെറ്റാ അതാണ്ട്. ആണ് അടുത്ത ആള്. അച്ചാസയ്ക്ക് മൈക്ക് തരികയാണ്. ചേച്ചി പരാജയം സമ്മതിച്ചിരിക്കുന്നു. കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടത്തറയിൽ കുടുംബത്തിലെ ഇളയ പൈതൽ അച്ചാസ മുന്നോട്ട് കടന്നു വരുന്നു. Joy of peace
പാടുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ? ഓക്കെ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാനുണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാനുണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ഞാനായി കൃപയാം. അന്ധകാര ശക്തികളെ ഞാനായി കൃപയാം. വിഷം നിറയും യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിക്കാർത്തിടുമ്പോ തുറന്നിടുക കണ്ണീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. വിഷം നിറയും യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിക്കാർത്തിടുമ്പോൾ തുറന്നിടുക കണ്ണീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനായി കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനായി കൃപയാൽ. കൃപയാണെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ പട്ടോട്ടകൾ തകർത്തിടുവാൻ. കൃപയാണെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ പട്ടോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനായി കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനായി കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനായി കൃപയാൽ. നോബൽ 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 നോബൽ. എനിക്ക് വേറെ ജോൺ പാടില്ല. നോബിളെ എടാ സ്പീക്കറിന്റെ അവിടെ നിന്ന് ഇച്ചിരി മാറി നിൽക്കുക. പാടാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് ക്ലൂ കൊടുത്ത് പാട്ട് പാടിപ്പിക്കുന്ന അടുത്തൊരു സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ആളുടെ പേര് പറയത്തില്ല. പബ്ലിക് ഡിമാൻഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ആള് പാടിയേ പറ്റത്തുള്ളൂ. അത് യാതൊരു മാറ്റവും. ക്ലൂ നമ്പർ 1. നമ്മുടെ സഭയിൽ മാസത്തിൽ 1 or 2 മാത്രമേ കടന്നു വരുന്നുള്ളൂ. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ആരെങ്കിലും പേര് പറയാനുണ്ടോ? ഒരു കൂടെ ഓക്കെ. നമ്പർ 1 മാസത്തിൽ 1 or 2 തവണ മാത്രം കടന്നു വരുന്ന വ്യക്തി പലര് കാണും. പേരെന്ന് പറഞ്ഞു. ആരാ? അലീനെ. ഓക്കെ. കോട്ടയത്ത് നിന്ന് കടന്നു വരുന്ന വ്യക്തി. അല്ലെങ്കിൽ ഇനിയൊരു ക്ലൂ ഉണ്ട്. തൊപ്പി വെച്ച കൊച്ചിന്റെ ഇപ്പുറത്തിരിക്കുന്ന കൊച്ച്. പേരെന്തുവാ? പ്രാണപ്രിയ
അടുത്തത് എനിക്ക് പാട്ടുപാടാൻ അവസരം തരുന്നില്ലേ എന്ന് പറയുന്ന ഒരു പൈതലാണ് ജോഷുവയുടെ ഫസ്റ്റ് പബ്ലിക് പെർഫോമൻസ്. ജോഷുവ എന്താണ് പാടുന്നത് നമുക്ക് നോക്കാം. Okay, thank you. നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ഇതാണ് പ്രിയദർശിനി പ്ലാനറ്റോറിയം. നമ്മളെല്ലാവരും ഇവിടെ ചുറ്റിക്കറങ്ങി നോക്കും ഇവിടെ എന്തൊക്കെയാ പരിപാടികളൊക്കെ. ഇനി നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇവിടെ വെച്ച് അങ്ങ് എടുക്കുക, അല്ലേ പിന്നെ എല്ലാവരെയും പിന്നെ കിട്ടത്തില്ല. ഈ പ്ലാനറ്റോറിയം 1994 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പയൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത് പണ്ട് നമ്മുടെ ചർച്ചിൽ നിന്ന് 3-4 സമയം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇവിടെയാണെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സാറ്റലൈറ്റിനെ പറ്റി ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV എന്നാണ് ഈ റോക്കറ്റിൻ്റെ പേര്. എൻ്റെ ബാക്കിൽ കാണുന്ന ഡീകമ്മീഷൻ ചെയ്ത യുദ്ധവിമാനമാണ്. നമ്മളിപ്പോൾ പ്ലാനറ്റോറിയത്തിലോട്ട് കയറുക. നമ്മുടെ ഷോ തുടങ്ങാൻ സമയം. ഇതാണ് ഇവിടുത്തെ ആസ്ട്രോണമി ഗാലറി. ഇവിടെ ആണെങ്കിൽ ഓരോ ആൾക്കാരിനെ പറ്റി ഇങ്ങനെ ഇവിടെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ പണ്ടത്തെ ഒരു വെറൈറ്റി കൺസ്ട്രക്ഷൻസ് ആയിട്ടുള്ള പിരമിഡ്സും സ്റ്റോൺ ഹെഡ്ജും അങ്ങനത്തെ ഓരോ കൺസ്ട്രക്ഷൻ്റെ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബാബിലോണിയൻ ടെമ്പിളും ജന്തർ മന്ദിറും എല്ലാം ഉണ്ട്. ഇവിടെ ഓരോ സയന്റിഫിക് സാധനങ്ങളൊക്കെ ഉണ്ട്. സോണിയങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഷോ കഴിഞ്ഞു. നമുക്ക് ഷോയുടെ അതിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മൊബൈൽ ഫോൺ അലൗഡ് അല്ല. പക്ഷെ നല്ല ഒരു ഷോ ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിൽ സ്പേസിനെ പറ്റി ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഷോ ആണ്. പാസ്റ്റർ അങ്കിൾ എല്ലാവർക്കും സാനിറ്റൈസർ കൊടുക്കുക.
ഇന്നത്തെ ഷോ ആൻഡ് സൂയിലോട്ട് പോവാ. അപ്പേ രാജകുഞ്ഞങ്ങളും ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാ. നല്ല തിരക്കാട്ടോ, ഭയങ്കര ക്രൗഡാ. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടി നമ്മൾ അകത്തോട്ട് കയറുക. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കാട്ടുപോത്തിനെ കാണാൻ പറ്റും. ആ മരത്തിൽ 2 ചിമ്പാൻസി ഇരിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ബംഗാൾ കുരങ്ങനെ കാണാൻ. ഇവിടെ ഒരു പീക്കോക്ക് ഉണ്ട്. ഈ ബിൽഡിങ്ങിനകത്ത് ഒത്തിരി ബേർഡ്സും ഒത്തിരി ഔൾസ് ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ്. ഇതാണ് ഹിമാലയൻ ബൾച്ച്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബേർഡ് ആട്ടോ. ഇതാണെങ്കിൽ ഭയങ്കര വലിയൊരു ബേർഡ് ആട്ടോ. ഇതാണെങ്കിൽ അതിന്റെ വിങ്സ് ഒക്കെ ഒന്ന് നൂർത്തി കരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൈസ്. ഞങ്ങളിവിടെ സൂര്യനുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാ. ഇവിടെ കാണാൻ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ. എന്തോ നടക്കുന്നു? ഭയങ്കര സ്വിമ്മിങ്ങിന്റെ ആളാ കേട്ടോ. ഇതൊരു സൂപ്പർ സൂ ആയിട്ട്. ഇവിടെ ഒത്തിരി ആനിമൽസ്, ഒത്തിരി ബേർഡ്സ്, ഒത്തിരി ഫിഷ് ഒക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ എല്ലായിടത്തും പോയി എല്ലാ സാധനത്തിനും കണ്ടുകൊണ്ടിരിക്കും. നടന്നൊരവസ്ഥയാകും. കൈയൊന്നും കാണിക്കല്ലോ. ഇവിടെ ബേറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ലയൺ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര നേരം അങ്ങ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ലൈനും വന്നില്ല. ഇവിടെ നമ്മുടെ എമു ഉണ്ട്. കുറെ നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ ഹിപ്പോ. ഹിപ്പോ അത്യാവശ്യമുണ്ട് കേട്ടോ. ഒരു 5-8 ഹിപ്പോ ഉണ്ട് ഇവിടെ. ഈ സൂയിലെ അടിപൊളി ഐറ്റങ്ങളിൽ നിന്ന് ഒന്നാണ് കാട്ടുപോത്ത്.
ഭയങ്കര സൈസാണ് കേട്ടോ. ആ മസിലൊക്കെ നോക്കിയേ, നമ്മൾ കണ്ടാൽ തന്നെ മേടിച്ചു. ഇവിടെ ഇഷ്ടം പോലെ മാനുണ്ട്. മാനിൻ്റെ ഒരു ഹെവി കളക്ഷനാണ്. ഇവിടെ രണ്ടുപേര് കൊമ്പ് കൊണ്ടും അടി ഉണ്ടാക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബംഗാൾ ടൈഗർ. ഈ സൂവിലാണെങ്കിൽ ഒത്തിരി ടൈഗറിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഓസ്ട്രിച്ച്. നമ്മളിപ്പോൾ റെപ്റ്റൈൽസിന്റെ സെക്ഷനിലോട്ട് കയറുവാണ്. ഇവിടെ ആണെങ്കിൽ ആനക്കോണ്ട ഒത്തിരി പാമ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ അവർ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പം ഞങ്ങളുടെ സ്കൂളിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. സ്കൂളിലൊക്കെ നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടയർഡായിട്ട് ക്ഷീണിച്ച് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊക്കെ ഈ സ്കൂളിലൊക്കെ വരണം. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാം. ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഈ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരാൾക്കും ഇവിടെ വന്ന് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹായ് എടാ, എന്നാലും ആ ജ്യൂസ് നീ ഞങ്ങൾക്ക് വന്നില്ല, നീ തന്നെ കഴിച്ചു തീർത്തല്ല. എപ്പോഴെന്തുവാ അപ്പോൾ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും പല വഴിക്ക് പോവുകയാണ്. പിള്ളേരെല്ലാവരും പ്ലേ ഗ്രൗണ്ടിൽ പോയി. പിന്നെ ബാക്കി എല്ലാവരും മ്യൂസിയത്തിലും അക്വേറിയത്തിലോട്ടൊക്കെ പോവാം. ഞങ്ങളെല്ലാവരും പ്ലേ ഗ്രൗണ്ടിലോട്ട് വന്നു.
ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഈ മ്യൂസിയത്തിന്റെ സറൗണ്ടിങ്സ് ഒക്കെ സൂപ്പർ ആയിട്ടോ. ഫുള്ള് ഗാർഡൻസും ഫൗണ്ടൻസും അടിപൊളി സറൗണ്ടിങ്സ്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ആ മ്യൂസിയത്തിൽ നിന്നൊക്കെ കയറി നമ്മളിപ്പം ബസ്സിലാണ്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങി കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് ടയർഡായി. ഇപ്പൊ നമ്മൾ കോവളം ബീച്ചിലെത്തി. ഇനിയാണെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്തൊക്കെ കയറി ഓരോ പരിപാടികളൊക്കെ ചെയ്യാൻ പോവാ. ട്രിപ്പ് നല്ല എക്സൈറ്റിംഗ് ആണ്. എല്ലാരും വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. സിറ്റിയിൽ ഭയങ്കര ഡെക്കറേഷൻസ് ആയിട്ട്. ഒരു ട്രീ ഒക്കെ നമ്മുടെ ലണ്ടനിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് സൂപ്പറായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ലൈറ്റിംഗ്. ഇവിടെ സിറ്റിയിൽ ഭയങ്കര ക്രൗഡാ കേട്ടോ. നമ്മളിവിടെ കറക്കൂട്ടത്തിലുള്ള സംസം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ജോയലച്ചാച്ചിനാണ് ഫുഡൊക്കെ റെഡിയാക്കിയത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
കഴിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ട് കയറുവാണ്. അപ്പം നമ്മൾ ബസ്സിൽ കയറി നമ്മൾ തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. എനിക്കാണെങ്കിൽ ബസ്സിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാവരും അപ്പം നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. ഇവിടെ നിർത്താം, കള്ള ഒതുങ്ങി നിർത്താം. എഴുതാനും 12:45 നമ്മളെല്ലാവരും സേഫായിട്ട് മേപ്രാലെത്തി. എല്ലാവരും ഇപ്പോൾ പാതി ഉറക്കത്തിൽ ഇറങ്ങുക. ഈ വീഡിയോ ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇന്നലെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ടയർഡായി, ഹാഫ് ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വീഡിയോയ്ക്ക് പ്രോപ്പർ ഗുഡ് ബൈ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലത്തെ ടൂർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സൂപ്പർ ടൂറായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ചർച്ച് ടൂർ ഞങ്ങൾക്ക് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും എൻജോയ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ ന്യൂ ഇയർ ഒക്കെ ആവാറായി. അപ്പം ഞാൻ നിങ്ങളെല്ലാവരും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ വിഷ് ചെയ്യുവാണ്. അടുത്ത വർഷം നിങ്ങളെല്ലാവരെയും ഗോഡ് ബ്ലെസ് ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബൈ ബൈ.